കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയോ? കസബ സിനിമയിൽ സ്ത്രീവിരുദ്ധതയും രാഷ്ട്രീയ ശരിതെറ്റുകളെക്കുറിച്ചും വാചാലയായവർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതിനെതിരെയാണ് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ വിമർശിച്ചിരിക്കുന്നത്. Flashback. Who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. യാഷിനുള്ള കൈയടികൾക്കപ്പുറം സംവിധായകയ്ക്ക് വിമർശനങ്ങളും ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതിന് കാരണം ഗീതു മോഹൻദാസ് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും തന്നെയാണ്. അന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയൊക്കെ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യങ്ങൾ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. സ്ത്രീവിരുദ്ധത തരിമ്പുമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന, ആൺനോട്ടങ്ങളില്ലാത്ത, കസബയിലെ ആൺമുഷ്ക, മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നു. സേറ്റ് എന്ന് പറഞ്ഞ ഗിയർ കയറ്റിവിട്ട പുള്ളി All know the cinema and I wouldn't want to say it. And one of Kasaba. എന്താ ഉറക്കം വരുന്നു. പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. എനിക്ക് അനുഭവം ഉണ്ടെന്നേ, കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. പോണവൻ പിടിച്ചോടാ പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ, ഈ ഹിപ്പോപ്പൊട്ടാമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ.